ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 27ലേക്ക് സ്വാഗതം. മുഖം തിരിച്ചു പിടിച്ച പോക്ക് പോയതാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടും അർജുൻ തിരിച്ചു വന്നില്ല. ആ മുറിയിൽ നയനക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കരഞ്ഞു കലങ്ങിയ കണ്ണും മുഖവും വാഷ്റൂമിൽ കയറി നന്നായി കഴുകി തുടച്ചു. മുറിയുടെ ഡോർ തുറന്ന് അവൾ ആ കോറിഡോർ കാണാൻ തലയിട്ട് നോക്കി. അങ്ങോട്ട് നീണ്ടു കിടക്കുന്ന ആളനക്കമില്ലാത്ത വിജനമായ കോറിഡോർ. ആ കെട്ടിടത്തിൽ അവൾ മാത്രമേ ഉള്ളെന്ന് തോന്നിപ്പോകും. ഇരുവശങ്ങളിലും അടുത്തടുത്തായി റൂമുകളുണ്ട്. അവിടെ ഒരു മനുഷ്യക്കുഞ്ഞു പോയിട്ട് ഈച്ചക്കുഞ്ഞു പോലുമില്ല. നയന നിൽക്കുന്ന റൂമിന് ചേർന്ന് 2 മുറികൾക്കപ്പുറമുള്ള സ്റ്റെയർ കേസാണ്. മറുവശത്ത് ലിഫ്റ്റും. നയന കോറിഡോറിലേക്ക് ഇറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കോറിഡോറിൻ്റെ നടുവിലേക്ക് നിന്നതും അവളുടെ റൂമിൻ്റെ ഡോർ അടയുന്ന ശബ്ദം കേട്ടതും തിരിഞ്ഞൊന്ന് നോക്കി. പിന്നെയും ശ്രദ്ധ കോറിഡോറിന് ചുറ്റുമായി. ആരെങ്കിലും ഒന്ന് കണ്ടാൽ അർജുനേട്ടനെ കണ്ടോ എന്ന് ചോദിക്കാൻ തോന്നി. അമ്മയുടെ വിരൽത്തുമ്പിൽ ആശ്രയം വിട്ടകന്ന കുഞ്ഞിനെപ്പോലെ അവൾ പതറി. വീണ്ടും കരച്ചിൽ വരുന്നുണ്ട്. മുഖവും കണ്ണുകളും ചുവന്നു തുടുത്തു. വാശിപ്പുറത്ത് അർജുൻ തന്നെ ഇവിടെ ഇട്ട് തിരിച്ചു പോയി കാണുമോ? നയനക്കാകെ പരിഭ്രമമായി. ലക്ഷ്യമില്ലാതെ അവൾ ആ സ്റ്റെയർ ഇറങ്ങി. താഴെ ചെന്നതും മുകളിൽ കണ്ട അതുപോലെ ഒരു കോറിഡോർ. അവൾ വീണ്ടും സ്റ്റെയർ ഇറങ്ങി. ദേ വീണ്ടും മുകളിൽ കണ്ട നില പോലെ തന്നെ ഇരട്ട പറ്റതുപോലൊരു കോറിഡോർ. നയന ദൂരെ കാണുന്ന ജനാലയുടെ അരികിലേക്ക് നടന്നു. ആദ്യേറി അവൾക്ക് ശ്വാസം നേരെ എടുക്കാൻ പോലും കഴിയാതെയായി. ഭയം ഇരട്ടിച്ചു. ജനാലയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മനോഹരമായ വലിയൊരു പാർക്കായിരുന്നു. അങ്ങിങ്ങായി കാണുന്ന പോസ്റ്റുകളിൽ ലാമ്പ് വെളിച്ചം കാണുന്നുണ്ടെങ്കിലും മൊത്തത്തിലൊരു മങ്ങിയ വെളിച്ചമാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടപ്പുറത്തായി ചുവപ്പും റോസും ഉടുപ്പിട്ട 2 പെൺകുഞ്ഞുങ്ങൾ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നുണ്ട്. ലക്ഷ്യം കാണാതെ നയനയുടെ മിഴികൾ വീണ്ടും ആ പാർക്കിലെത്തി. ഈന്തപ്പന പോലുള്ള ചെറുമരക്കൂട്ടത്തിനിടയിലെ ചെറുബെഞ്ചിൽ ഇരിക്കുന്നവനെ നയനയുടെ ശ്രദ്ധയിൽ കുടുങ്ങി. ആ ഷർട്ട് അത് അർജുൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കാരണം ആ ഷർട്ട് അവനെ ധരിപ്പിച്ചതും ബട്ടൺസ് ഇട്ട് കൊടുത്തതും അവളാണ്. ഇപ്പോഴും ആ മുഖമോ കാണുന്നില്ല. ബെഞ്ചിൻ്റെ തലക്കിൽ അങ്ങോട്ട് തിരിഞ്ഞിരിപ്പാണ്. അവനെ കണ്ട ആശ്വാസത്തിലും ആവേശത്തിലും അർജുനേട്ടാ എന്ന് ഉറക്കെ വിളിച്ചു. താഴെയുള്ളവൻ കേട്ടില്ലെന്ന് മാത്രമല്ല, തൊട്ടപ്പുറത്തെ റൂമിൽ നിന്ന് ആളുകൾ എത്തി നോക്കിയതും ആരെയും നോക്കാതെ അവർക്ക് മുന്നിലൂടെ ചമ്മലോടെ തിരിഞ്ഞു നടന്നു നയന. ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തി റിസപ്ഷനിലേക്ക് നോക്കി. അവിടെ അതിസുന്ദരി നിൽപ്പുണ്ട്. അവൾ എന്തോ തിരക്കിട്ട ജോലിയിലാണ്. അതുകൊണ്ട് നയന വെപ്രാളത്തോടെ ആ വിശാലമായ ഹാളിൻ്റെ ഒത്ത നടക്ക് നിൽക്കുന്നത് അവൾ കണ്ടില്ല. നയന അല്പം ഇഷ്ടക്കേടോടെ ആണെങ്കിലും ആവശ്യം തൻ്റെയാണെന്ന ചിന്തയിൽ ആ ഡെസ്കിൽ മുട്ടി. യെസ് മാഡം. റിസപ്ഷനിസ്റ്റ് തല ഉയർത്തി നോക്കി. ആ പെൺകുട്ടിയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാ. എന്നാൽ അപ്പുറമുള്ളവൾക്ക് തികഞ്ഞ കുശുമ്പും. പാർക്കിലേക്കുള്ള വഴി പറഞ്ഞു തരണം, ആജ്ഞാഭാവത്തിൽ പറയുന്നവൾ സൂത്രത്തിൽ തൻ്റെ കഴുത്തിലെ താലി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്നോണം പുറത്തേക്കിട്ടു. ഇല്ലെങ്കിൽ അർജുൻ ഹസ്ബൻഡാണെന്ന് പറഞ്ഞത് അവർ വിശ്വസിച്ചില്ലെങ്കിലോ? എന്നെ കണ്ടാൽ കിണ്ണം കെട്ടതുപോലെ തോന്നുമോ എന്ന ഭാവമായി ഉള്ളവൾക്ക്. അതിനെന്താ, ഞാൻ സഹായിക്കാം. കയ്യിലുണ്ടായിരുന്ന ഫയലുകൾ ഒതുക്കി വെച്ച് ആ പെൺകുട്ടി തന്നെ അവൾക്കൊപ്പം നടന്നു. അവൾ മുൻപേ നടക്കുമ്പോൾ നയന അവളെ പിറകിൽ നിന്ന് അളന്നെടുക്കുകയായിരുന്നു. മുടി കൊണ്ട കെട്ടി വെച്ചതുകൊണ്ട് മുടിയുടെ നീളം അറിയില്ല. തനിക്കാണെങ്കിൽ മുടി തോളിനേക്കാൾ കുറച്ച് കൂടുതലേ കാണൂ. പക്ഷെ കണ്ണ് അവളേക്കാൾ ഭംഗി എൻ്റെയാ, കാലും അതെ. അങ്ങനെ സ്വയം അളന്ന് മുറിച്ച് പരിശോധിച്ച് പരിതമിച്ചും ഒടുക്കം ആശ്വസിച്ചും നയന നടന്നു. ദാ ആ കാണുന്നതാ പാർക്ക്. നേരെ ഈ വഴിയെ പോയിക്കോളൂ. അവിടെ ഹസ്ബൻഡ് ഉണ്ടോ? റിസപ്ഷനിസ്റ്റ് സൗഹൃദഭാവത്തിൽ ചോദിച്ചു. നയനക്കാണെങ്കിൽ ആ അവസാന ചോദ്യം ഒട്ടും പിടിച്ചില്ല. ആ, എന്നെ കാത്തിരിക്കാമെന്ന് പറഞ്ഞു പോയതാ. ഞാനില്ലാതെ ഒരു നിമിഷം പറ്റില്ല. കണ്ണ് കൂർപ്പിച്ചൊരു നോട്ടത്തോടെ നയന മുന്നോട്ട് നടന്നു. ബെഞ്ചിൻ്റെ അങ്ങേ തലക്കിലിരിക്കുന്ന അർജുൻ്റെ അരികിലേക്ക് അവൾ നടന്നു. ഇപ്പോൾ ആ മനസ്സ് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് താൻ കാരണമാണെന്ന് അവൾക്ക് നല്ലോണം അറിയാം. ഓരോ ചുവടുകൾ വെക്കും തോറും
അവൻ്റെ അടുത്തായിക്കൊണ്ടിരിക്കുന്നു. ഒടുക്കം അവൻ്റെ അരികിലെത്തി നയന. ആൾപെരുമാറ്റം മനസ്സിലായതും അർജുൻ തല ഉയർത്തി നോക്കി. അവൻ്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. നയനക്ക് ആ കാഴ്ച തീർത്തും അവിചാരിതമായിരുന്നു. തൻ്റെ അപ്പച്ചൻ കരയുന്നത് കണ്ടിട്ടുണ്ട്, എന്നാ ഈ പ്രായത്തിലൊരു ചെറുപ്പക്കാരൻ കരയുമോ എന്നൊക്കെ അവൾ ചിന്തയായി. നയനയാണെന്ന് കണ്ടതും അവൻ വേഗത്തിൽ തല തിരിച്ചു. സോറി അർജുനേട്ടാ, റിയലി സോറി. അവൾ അവൻ്റെ അരികിലേക്ക് ഇരുന്നു. ആ തോളിൽ താട വെച്ചുകൊണ്ട് കവിളിൽ അവളുടെ കവിൾ ചേർത്തു. അവൻ എഴുന്നേൽക്കുമോ എന്നൊരാശങ്കയിൽ വലങ്കൈ അവൻ്റെ ഇടുപ്പിലും പിടിച്ചു ആ ഷർട്ട് ചുളുക്കി. ഇടടി. അർജുൻ കുതറി മാറാൻ നോക്കുന്നുണ്ട്, പക്ഷേ അത്രയങ്ങ് ബലത്തോടെയല്ല. അർജുനേട്ടൻ കരയായിരുന്നോ? അവൻ്റെ വിരലിലൂടെ അവൾ വിരൽ കോർത്തു അതിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കരയേ? ഈ അർജുൻ കരഞ്ഞ് നീ കുറെ കാണും. വിടങ്ങോട്ട്. ഇടുപ്പിലും കൈപ്പത്തിയിലും അവൾ കടത്തിയ കൈകളെ സ്വതന്ത്രമാക്കി. പിന്നെ ഈ കണ്ണു നിറഞ്ഞതോ? അവൻ്റെ കുഞ്ഞുങ്ങളെപ്പോലുള്ള പ്രവൃത്തി നയനക്ക് നന്നേ ബോധിച്ചു. അവനെ കുറുമ്പ് പിടിപ്പിക്കാനും അറിഞ്ഞുകൊണ്ട് കള്ളം പറയിപ്പിക്കാനും അവൾ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. അതീ മഞ്ഞടിച്ചിട്ടാകും. അവൻ ആകാശം ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണു തുടച്ചു. മഞ്ഞുണ്ടോ ഇവിടെ? ചുറ്റുമൊന്ന് കൈനീട്ടി പരിശോധിച്ച ശേഷം അവനെ ഇടം കണ്ണിട്ട് നോക്കി. നിനക്കിപ്പോൾ എന്ത് വേണം? എനിക്കിതേ ഈ ഇരിക്കുന്നവനെ വേണം. നയന അവൻ്റെ മൂക്കിന് നേരെ ചൂണ്ടുവിരൽ കുത്തി. എന്നിട്ടെന്തിനാ? ഞാൻ അത് പറഞ്ഞു ഇത് പറഞ്ഞു അവളെ നോക്കിയെന്നൊക്കെ എഴുന്നള്ളിച്ച് എൻ്റെ സ്വൈര്യം കളയാനല്ലേ? നീ ഒരു കാര്യം അറിയണം, ഒരുപാട് സുന്ദരികളുടെ നടുവിലാണ് എൻ്റെ ജോലി. അന്നൊന്നും കാണാത്ത സുന്ദരിയാണോ ഇപ്പം ഇവിടെ? അറൂഷ് കമ്പനിയെക്കുറിച്ച് നിനക്ക് എന്ത് പിണ്ണാക്കറിയാം? അവനാവും വിധം അവളുടെ മനസ്സ് കീറാൻ നോക്കുന്നുണ്ട്, പക്ഷേ പിടി തരില്ലെന്ന് ഉറപ്പിച്ച് അവൾ ഇരുന്നു. നേരത്തെ അനുഭവിച്ച വേദനയും ഒറ്റപ്പെടലും ഒരു നിമിഷം പോലും അനുഭവിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? കണ്ണിമ വെട്ടാതെ നോക്കുന്നവളോട് അല്പം ഉച്ചത്തിൽ ചോദിച്ചതും കളിക്കിടെ തെറിച്ചുപോയ പന്തെടുക്കാൻ വന്ന ആ 2 കുട്ടികൾ വരെ പേടിച്ചു പന്തെടുക്കാതെ നിന്നു. നയന ആ കുഞ്ഞുങ്ങളെ ദയനീയമായി നോക്കി. കണ്ണും മിഴിച്ചു അവരെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് കുസൃതി കുടുക്കകൾ. ഒന്ന് ഞെട്ടിയെന്ന പോലെ നോക്കുന്നുണ്ട് അർജുനും. നയന എഴുന്നേറ്റ് ചെന്നു അവരുടെ മുമ്പിൽ കുനിഞ്ഞിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്ക് വാത്സല്യത്തോടെ നോക്കി. എന്നാ കുഞ്ഞുങ്ങളുടെ നോട്ടം അവർക്ക് രാക്ഷസനായി തോന്നിച്ചവൻ്റെ നേർക്കായിരുന്നു. തൊട്ടു മുമ്പിൽ കിടന്നിട്ടും എടുക്കാതെ നിന്ന പന്ത് എടുത്ത് നയന 2 പേരിലെ വലിയ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ ഒരു നോട്ടം പോലും ഇല്ലാതെ ഒറ്റ ഓട്ടമായിരുന്നു ആ കുട്ടികൾ. ഒറ്റപ്പുരികം ഉയർത്തി നയന ആ കുറുമ്പനെ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ ആ മുഖത്ത് ദേഷ്യത്തിന് ഇത്തിരി അയവ് വന്ന പോലെ. ഇവിടെ കിടന്നു മഞ്ഞുകൊണ്ട് പനി വരണ്ട, നമുക്ക് റൂമിൽ പോകാം. നയന അവൻ്റെ കൈ അവളുടെ കൈക്കിടയിൽ തിരികെ വെച്ച് പിടിച്ചു വലിച്ചു. ഞാനില്ല, നീ തന്നെ പോയാൽ മതി. ഞൊടി നേരം കൊണ്ട് ആ കൈ അവനെ സ്വതന്ത്രമാക്കി. എന്നാ വേണ്ട, ഇവിടെ കിടക്കാം. കളിച്ചോണ്ട് വന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും അപ്പുറത്ത് ഇരിപ്പുണ്ട്. അവരെ ഒളികണ്ണാൽ നോക്കിക്കൊണ്ട് നയന അവനെ പിടിച്ചു ബെഞ്ചിൽ കിടത്തി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നീ എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും കാണും. അപ്പോൾ കിടക്കണ്ടേ? നയന കുറേ നിഷ്കളങ്കത അങ്ങോട്ട് വാരി വിതറി. നടക്കങ്ങോട്ട്. ഇങ്ങനെ ഒരു വടക്കൂസ്. അഴിച്ചിട്ട് അവളുടെ മുടി ശക്തിയിൽ പിടിച്ചു അവളെ കുലുക്കിക്കൊണ്ട് അവനും കൂടെ നടന്നു. ലിഫ്റ്റിൽ കയറാൻ നേരം നയനയുടെ കണ്ണ് റിസപ്ഷനിലേക്ക് നീണ്ടിരുന്നു. പക്ഷെ അർജുൻ്റെ കണ്ണ് വെറുതെ പോലും അങ്ങോട്ട് എത്തിയില്ല. അവിടെ നേരത്തെ കണ്ട ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി കാണും. ലിഫ്റ്റിൽ കയറി ഇരുവരും മുകളിലെത്തി. കോറിഡോറിലൂടെ നടന്ന് അവരുടെ റൂമിൻ്റെ അടുക്കൽ വന്ന് നിന്നു. ഹാൻഡിൽ പിടിച്ച് താഴ്ത്തിയതും ഡോർ ലോക്കാണെന്നറിഞ്ഞു. അവളോട് കള്ളക്കണ്ണെറിഞ്ഞു. അവൻ പോക്കറ്റ് തപ്പി. പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. ഒന്നും തടയുന്നില്ലെന്ന് തിരിച്ചറിയും നേരം അവൻ്റെ മുഖഭാവം മാറി. വീണ്ടും അവൻ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് പരതി. കൈക്കുള്ളിൽ ഒന്നും തടയാതെയായപ്പോൾ ഒരു നിമിഷം നിശ്ചലമായ പോലെ ഒന്ന് നിന്നു. നിമിഷങ്ങൾക്കകം അവൻ്റെ മുഖത്തൊരു ഞെട്ടൽ നിഴലിച്ചു. ലോക്ക് കാർഡാണ്. ലോക്ക് കാർഡ് അകത്താണല്ലോ. അവൻ മണ്ട ഒഴിഞ്ഞ് എളിയിൽ കൈകുത്തി നിന്നു. എന്ത് കാർഡ്? അവൾ കണ്ണു മീച്ചു നോക്കി. ഈ ഡോറ് കാർഡ് സിസ്റ്റമാണ്, കീ ഇല്ല. അവൻ ചുറ്റുമൊന്ന് നോക്കുന്ന കൂടെ അവളോട് പറയുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല അർജുനേട്ടാ. ഞാനിങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതും ഡോറ് തനിയെ വന്നടഞ്ഞു. അവളുടെ മിഴികൾ വിടർന്നു. പാനിക്കാവണ്ട, നമുക്ക് പരിഹാരമുണ്ട്. അവൻ അവളുടെ കൈപ്പത്തി അവൻ്റെ കൈക്കുമ്പിളിൽ വെച്ച് പിടിച്ച് മുന്നോട്ട് നടന്നു. റിസപ്ഷനിൽ ചെന്ന് കാര്യം പറഞ്ഞതും
പ്രശ്നത്തിന് പരിഹാരമായി. അങ്ങനെ അർജുനും നയനയും അവർക്കായി ഒരുക്കിയ താൽക്കാലിക മണിയറയിലേക്ക് വീണ്ടും കാലെടുത്തു വെച്ചു. വാതിലടച്ചതും അർജുൻ അവളെ ആ വാതിലിൽ അമർത്തി വെച്ച് പുണർന്നു. ആ ഇടുപ്പിൽ കൈമുറുക്കി അവളുടെ കഴുത്തിൽ കടിക്കുമ്പോൾ വേദന കൊണ്ട് തന്നെ അവൾ പിടഞ്ഞു. എന്നെ പിണക്കിയില്ലേ, എനിക്ക് സങ്കടം ഉണ്ടാക്കിയില്ലേ, ഇനി ഇത്തിരി വേദനിക്കേണ്ടി വരും. നയനയുടെ അരക്കെട്ടിൽ പിടിച്ച് ഒന്ന് ഉയർത്തിക്കൊണ്ടു പോകുമ്പോൾ താഴേക്ക് ഇറങ്ങാനായി അവൾ തല്ലിപ്പിടക്കുന്നുണ്ട്. അർജുനേട്ടൻ സൈക്കോയാണോ? വാഷ്റൂമിൽ കൊണ്ടുപോയി നയനയെ അവൻ താഴെ ഇറക്കി. സൈക്കോ നിൻ്റെ? അയ്യോ വേണ്ട, ആ പാവം മനുഷ്യൻ എന്ത് പേച്ചു. എടിയേ, നിന്നെ ഞാൻ അങ്ങ് ലീസിനെടുത്താലോ, 1000 വർഷത്തേക്ക്. വാഷിംഗ് ബേസിനരികിൽ അവളെ ചാരി നിർത്തി ഇനിയും അവളിലേക്ക് ചായാനുള്ള പുറപ്പാടാണ്. അങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും പിടിച്ചും തലോടിയും അവൻ മോഹിച്ചതൊക്കെ അനുഭവിച്ചു. കൂടെ അവളെയും അറിയിക്കാൻ അവൻ മറന്നില്ല. ഓരോ തവണ അറിയുമ്പോഴും പുതുമ മാത്രമേ ഉള്ളൂ. അർജുൻ ഇന്നോളം അറിഞ്ഞിട്ടില്ലാത്ത പുതുമ. നയനയുടെ നാട്ടിലേക്ക്, അവളുടെ അപ്പച്ചനും അമ്മച്ചിയും കുഞ്ഞുമോളുമുള്ള വീട്ടിലേക്ക് ഇന്നാണ് പോകുന്നത്. വെളുപ്പിന് റെഡിയാവണം, നേരത്തെ യാത്ര പുറപ്പെടണമെന്നൊക്കെ വീരവാദം പറഞ്ഞവനും അത് സമ്മതിച്ചവളും പൂർണ്ണ നഗ്നതയിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് പതുപതുത്ത വെളുത്ത ബ്ലാങ്കറ്റിനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. പോവാനുള്ള കാര്യമൊക്കെ പാടെ മറന്നൊരു നിദ്ര. എങ്ങനെ ഉണരാൻ കഴിയും? ക്ഷീണമാണ് രണ്ടാൾക്കും. കുറുമ്പ് കാണിക്കലും ബാത്ത് ടുഗദറും കഴിഞ്ഞ് മുറിയിൽ വെച്ചുള്ള കസർത്തും അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴേക്കും മണി 2 കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സമയം 9 നയനയുടെ ദേഹത്ത് നിന്ന് അവൻ്റെ കൈകൾ വേർപെട്ടതും അവളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. നെറ്റി ചുളിച്ച് അവൾ കൺപോളകൾ സാവധാനം ഉയർത്താൻ തുടങ്ങി. പതിയെ കണ്ണുകൾ തുറക്കാൻ തയ്യാറായി. എൻ്റെ ഈശോയെ, വീട്ടിൽ പോവണ്ടായോ? നയന വിറളി പിടിച്ചു ചാടി എഴുന്നേറ്റ് പുതപ്പ് മാറ്റി അവളുടെ വസ്ത്രങ്ങൾ തിരയുകയാണ്. ഇന്നലെ ഊരിമാറ്റി കറക്കി എറിഞ്ഞത് എങ്ങോട്ടാണെന്ന് ഒരു രൂപവുമില്ല. അർജുൻ അവളുടെ നിലവിളി കേട്ട് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് 2 സെക്കൻഡ് ഇരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഓർഡർ മെയിൽ അയച്ചിട്ട് എന്നെ വിളി എന്നും പറഞ്ഞ ഒരു കിടപ്പായിരുന്നു. ഓരോന്ന് പിച്ചും പേയും പറഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടില്ലേ? ഛേ, രാത്രിയിൽ അങ്ങേര് ഇമ്രാൻ ഹാഷ്മി അല്ലയോ? ആ പുതപ്പ് പോലും ദേഹത്തിടാതെ കമ്മിന്നുറങ്ങുന്നവനെ നോക്കി അവൾ പല്ല് കടിച്ചു. പതിയെ പോയി ആ ബ്ലാങ്കറ്റ് എടുത്ത് പുതച്ചു കൊടുത്തു. പമ്മി പമ്മി നടന്ന് വാഷ്റൂമിലെത്തി. എങ്ങാനും ഉണർന്നാൽ, അതും ഈ ഫോമിൽ ഉണർന്നാൽ കുളി ഇനിയും വൈകും. ആഷിഖ് ബാനായ ആഷിഖ് ബാനായ ആഷിഖ് ബാനായ അപ്പനെ. ചുണ്ടിൽ പാട്ടും മൂളി കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും ചെരിഞ്ഞ കൊമ്പനാ കിടത്തം തന്നെ. അവൾ തല തോർത്തിയ ടവൽ കൊണ്ട് അവൻ്റെ ദേഹം തുടച്ചു. മേനി കോരിത്തരിച്ചതും അർജുൻ കിടന്നു പിടഞ്ഞു. എഴുന്നേൽക്ക് അർജുനേട്ടാ, നമുക്ക് പോവണ്ടേ? സമയം 12 നയന അവനെ കുലുക്കി വിളിച്ചു. ഞെട്ടലോടെ എഴുന്നേറ്റ് അവൻ സൈഡിൽ ഊരി വെച്ച വാച്ച് എടുത്ത് നോക്കി. 9:30 അർജുൻ കണ്ണു തുറപ്പിച്ച് അവളെ അടിമുടി നോക്കി. ഇത് അമ്മച്ചിയുടെ ട്രിക്കാ. സ്കൂളുള്ള ദിവസം രാവിലെ വിളിച്ചാൽ എഴുന്നേറ്റില്ലെങ്കിൽ സമയം കൂട്ടി പറയും. എന്നാലേ ഇത് എൻ്റെ ട്രിക്കാ. അർജുൻ സ്വന്തം തമാശയ്ക്ക് കുടുകുടാ ചിരിക്കുന്ന അവളെ പിടിച്ച് ആ നെഞ്ചിലേക്കിട്ടതും ചുണ്ട് കടിച്ചതും ഒരുമിച്ചായിരുന്നു. തുടരും. കുറച്ച് ഓവറാണല്ലേ ഇവർ. ഇതിങ്ങനൊരു കഥയാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അത് അങ്ങനെ കാണണം. ഇത് വായിക്കുന്ന ഞാൻ, എൻ്റെ പ്രിയമുള്ളവരെ, എന്നോടുള്ള സ്നേഹം കൊണ്ടെങ്കിലും എൻ്റെ ഈ കഷ്ടപ്പാട്, ഇത് ഇത്തിരി പണിയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കണം, പിന്നെ അത് വായിക്കണം, റെക്കോർഡ് ചെയ്യണം, എഡിറ്റിംഗ്. എൻ്റെ കഷ്ടപ്പാട് ഓർത്തെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ഉണ്ടാവണം. താങ്ക് യു.